ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്യുന്ന ജൂതന്മാർ ഇസ്രയേലിനെയും അവരുടെ മതത്തെയും വെറുക്കുന്നവരാണെന്ന വിവാദ പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന ഡൊണാൾഡ് ട്രംപ് ഗാസ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിഴവ് പറ്റിയെന്ന ഡെമോക്രാറ്റുകളുടെ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ടിവി ഇന്റർവ്യൂവിലായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്യുന്ന ഏതൊരു ജൂതനും അവരുടെ മതത്തെ വെറുക്കുന്നു. ഇസ്രയേലിനെ കുറിച്ചുള്ള എല്ലാത്തിനെയും അവർ വെറുക്കുന്നു. അവർ സ്വയം ലജ്ജിക്കണം, കാരണം ഇസ്രയേൽ നശിക്കപ്പെടും. ട്രംപാണ് ഇപ്രകാരം പറഞ്ഞത്. അമേരിക്കയിലെ ജൂതന്മാരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്നവരായതാണ് ട്രംപിന്റെ പ്രകോപനത്തിന് കാരണം. ട്രംപിന്റെ വാക്കുകൾ വിവാദമായതോടെ രൂക്ഷ പ്രതികരണവുമായി വൈറ്റ് ഹൌസ് വക്താവും ജൂത നേതാക്കളുമാണ് രംഗത്തെത്തിയത്. നികൃഷ്ടവും അനിയന്ത്രിതവുമായ ആന്റി സെമറ്റിക് വാചാടോപം എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ആൻഡ്രൂ ബെറ്റ്സ് പ്രതികരിച്ചത്. പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ വിഷലിപ്തവും വ്യാജവുമായ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ നീതീകരണമില്ലെന്നും ട്രംപിന്റെ പേരെടുത്തു പറയാതെ അദ്ദേഹം വിമർശിച്ചു. നവംബറിൽ ട്രംപ് വീണ്ടും പരാജയപ്പെടാൻ പോവുകയാണെന്നും അപ്പോൾ രാജ്യത്ത് ലജ്ജിക്കുന്ന ഒരേയൊരു വ്യക്തി അദ്ദേഹമായിരിക്കുമെന്നും ബൈഡന്റെ പ്രചാരണ സമിതി വക്താവ് ജെയിംസ് സിംഗറും പറഞ്ഞു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വശത്ത് വാദിക്കുകയാണ്. റഫേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകരുതെന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തിനാണ് നെതന്യാഹു നിലപാട് അറിയിച്ചത്. റഫേലിലേക്ക് ഇസ്രയേൽ സൈന്യം കടക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ അവശേഷിക്കുന്ന ബറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആര് എതിർത്താലും റഫേലി സൈനിക ഓപ്പറേഷനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഹമാസിനെ തകർക്കാൻ നിലവിൽ ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ലാതെ മറ്റ് മാർഗങ്ങളുമില്ല. റഫേലിലെ ഹമാസ് ബറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ബൈഡനെ അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ 80% ഇല്ലാതാക്കിയെന്ന് കരുതി ബാക്കിയുള്ള 20% സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുമെന്ന് നമുക്ക് പറയാനാകില്ല. ശേഷിക്കുന്ന 20% ഹമാസ് തന്നെയാണ്. അവരുടെ ആശയങ്ങൾ വെച്ച് ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കാൻ മാത്രമേ ശ്രമിക്കൂ. ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭീഷണിയായ ഘടകങ്ങളെ ഇല്ലാതാക്കുക തന്നെ വേണമെന്നും നെതന്യാഹു അറിയിച്ചു. കൂടാതെ ഇസ്രയേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗാസ മുനമ്പിലെ പലസ്തീനികൾക്കും മറ്റും നാശനഷ്ടം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ഗുസൈദി. പലസ്തീൻ ജനത നേരിടുന്ന വേദനാജനകമായ മാനുഷിക പ്രതിസന്ധിയുടെ ദുരിതം കുറയ്ക്കാൻ കൂട്ടായ ശ്രമം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. CNN ചാനലിലെ കണക്ടിംഗ് ദ വേൾഡ് വിത്ത് ബൈക്കി ആൻഡേഴ്സൺ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സയ്യിദ് ബാദർ. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതുവരെ 30,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസ മുൻപ് ഇപ്പോഴും പട്ടിണിയിൽ തന്നെയാണ്. പ്രകൃതി ദുരന്തമോ രോഗമോ അല്ല ഇതിന് കാരണം. ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിഷേധിച്ച ഇസ്രയേൽ പ്രതിരോധ സേനയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണ് ഇസ്രയേൽ ഭരണകൂടം ചെയ്യുന്നത്. അത്തരം വസ്തുക്കൾ ഉയർത്തിക്കാട്ടാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നും ബദർ പറഞ്ഞു. നിരപരാധികളുടെ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും ലോകം നഷ്ടപരിഹാരം ആവശ്യപ്പെടണം. റഫേലിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന് US പ്രസിഡന്റ് ബൈഡനും ലോകം മുഴുവൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ റഫ ഓപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇസ്രയേലി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കാൻ നെതന്യാഹു സമ്മതിച്ചതായി USഉം അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ദമാസ്കസിനു സമീപമുള്ള ഒട്ടേറെ സൈനിക പോസ്റ്റുകളിൽ ഇന്നലെ പുലർച്ചെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി സിറിയ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും മിസൈലുകൾ വീഴ്ത്തിയതായും അവകാശങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.